രാവിലെ തന്നെ ഓടിപ്പിടുന്ന ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ? വേറെ എങ്ങോട്ടുമല്ല, ദേ ഇവനെ കാണാനാണ്. കേരളത്തിലെ ആനപ്രേമികളുടെ വികാരമായ തൃക്കടവൂർ ശിവരാജു. ഉമയനെല്ലൂർ ക്ഷേത്രത്തിലെ പ്രശസ്തമായ ആനവാൽപ്പിടിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നാൽ അതിനു വേണ്ടിയാണ് കേട്ടോ ഈ കൊട്ടും കുരവയൊക്കെ ആയിട്ട് ശിവരാജു എഴുന്നള്ളുന്നത്. കതിരൂട്ടിക്ക് ഏറ്റവും ഇഷ്ടം ആനയാണ് കേട്ടോ. പക്ഷെ ഇത്ര അടുത്ത ആനയെ കണ്ടപ്പോൾ കുറച്ച് പേടിയൊക്കെ തോന്നിയിട്ടുണ്ട്. കതിര എവിടെ പോവാ? വലിയ ആനയെ കാണാനാണോ പോത്? അങ്ങനെ രാവിലെ 11 മണിയൊക്കെ ആയപ്പോൾ ആനവാൽപ്പിടി കാണാൻ കതിരും അച്ഛനും ഞാനും കൂടെ പോയി കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോഴേ അമ്പലത്തിൽ നല്ല തിരക്കൊക്കെ ആയി തുടങ്ങിയിരുന്നു. നല്ല വെയിലായിരുന്നു കേട്ടോ. അതുകൊണ്ടും പിന്നെ കുഞ്ഞില്ലേ കൂടെ, അതുകൊണ്ടും ഞങ്ങൾ നേരെ സ്റ്റേജ് കയറി നിന്നിട്ടാണ് ഇത് കാണാൻ പോയത്. ഉമയനെല്ലൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണുള്ളത്. അതിൽ മീനത്തിലെ അശ്വതി എന്നാണ് വളരെ പ്രശസ്തമായ ഈ ആനവാൽപ്പിടി. കൈലാസത്തിൽ ബാലമുരുകനും ബാലഗണപതിയും തമ്മിലുള്ള കളികളുടെ ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഈ ഒരു ആചാരം നടക്കുന്നത്. ഇത് കാണാനായി പലയിടത്തു നിന്നും ഒരുപാട് ആൾക്കാരും മീഡിയക്കാരും ഒക്കെ വരാറുണ്ട്. ഏഴ് വലം വെച്ച് ആനയൂട്ടൊക്കെ കഴിഞ്ഞാൽ ശിവരാജുവിന്റെ ചങ്ങലകളെല്ലാം അയച്ചു മാറ്റും. ഓടി വന്ന് ഭഗവാനെയൊക്കെ തൊഴുതിട്ട് തുമ്പിക്കയും വാലും ഒക്കെ പൊക്കി ശിവരാജുവിന്റെ ഇങ്ങനെ ഓടുമ്പോൾ പണ്ടൊക്കെ ഇവന്റെ വാലിൽ പിടിക്കാനായി എല്ലാവർക്കും പുറകെ ഓടായിരുന്നു. പക്ഷേ ഇപ്പൊ 6 കരകളിൽ നിന്നും തിരഞ്ഞെടുത്ത വ്രതമെടുത്ത ആൾക്കാരും അവർക്ക് മാത്രമേ ആനയുടെ വാലിൽ പിടിക്കാനായി ഓടാൻ പറ്റൂ. ആനയെ കാണണമെന്ന് പറഞ്ഞു വന്ന കതിരൂട്ടി ഇത്ര ബഹളം നടന്നിട്ടും ഒന്നും അറിയാതെ അച്ഛൻ്റെ തോളിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണ് കേട്ടോ. കുറച്ചു നേരമുള്ളെങ്കിലും ഈ ആനവാൽപ്പിടി കാണാൻ വന്ന ജനങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ശിവരാജു ദേ പോവാണ്. അവൻ്റെ ചുറ്റിനും അപ്പോഴും ഒരുപാട് ആനപ്രേമികളും ഉണ്ട്. ഒന്നും അറിയാതെ ഇപ്പോഴും കതിരൂട്ടി നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വരുമ്പോൾ വയലിൽ കുതിര എടുക്കാനുള്ള കുതിരയൊക്കെ കെട്ടി തുടങ്ങി. നല്ല ക്ഷീണിച്ചുകൊണ്ട് തന്നെ അടുത്തുള്ള കടയിൽ കയറി വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. അന്ന് വൈകുന്നേരം ഘോഷയാത്രയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗം എന്നോണം റോഡിൻ്റെ 2 സൈഡുകളിലും നിറയെ വിളക്കൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ഘോഷയാത്രയൊക്കെ താലപ്പൊലിയും ചെണ്ടമേളവും ഫ്ലോട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. കതിരൂട്ടി ഭയങ്കര ആകാംക്ഷയോടെയാണ് കേട്ടോ ഇതെല്ലാം കണ്ടോണ്ടിരുന്നത്. ഇതിലെല്ലാം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഈ ഒരു സംഭവമായിരുന്നു. ഒരു മൂവിങ് DJ ആണെന്ന് വേണമെങ്കിൽ പറയാം. കിട്ടിയ ചാൻസ് പണ്ടേ നമ്മൾ കളയാറില്ലാത്തതുകൊണ്ട് ഞങ്ങളും കൂടി. പക്ഷെ ഞങ്ങളെക്കാട്ടി ഡാൻസ് കളിച്ചൊന്ന് സന്തോഷിച്ചത് ദേ ഇവർ രണ്ടുപേരുമായിരുന്നു. പിന്നെ ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നാണല്ലോ. ഞങ്ങളും കുഞ്ഞുങ്ങളും അമ്മമാരും ഫാമിലി മെമ്പേഴ്സും മൊത്തം ഒരുപാട് ഡാൻസ് കളിച്ച് ഒത്തിരി എൻജോയ് ചെയ്തു. മീനത്തിലെ കാർത്തികയുടെ അന്നാണ് ഇവിടെ അവസാന ദിവസത്തെ ഉത്സവം. അന്ന് വീട്ടിൽ സദ്യയൊക്കെ ഉണ്ടായിരുന്നു. ഇലയൊക്കെ ഇട്ട് കറികളൊക്കെ വിളമ്പി ചേച്ചിമാർ ഊണ് കഴിക്കുന്നുണ്ട്. എനിക്ക് അതേ കണക്ക് വേണമെന്ന് പറഞ്ഞ് ഒരു ഇലയിട്ട് ഊണ് കഴിക്കുകയാണ് കതിരൂട്ടി. അത് കണ്ടുകൊണ്ടുവന്ന് അച്ഛന് ഭയങ്കര അത്ഭുതം തോന്നി കേട്ടോ. അവസാനം ഓരോ ചോറായിട്ട് തിന്നുന്ന കണ്ടിട്ടാവും അച്ഛൻ തന്നെ വാരി കൊടുത്തു. ഉത്സവത്തിന്റെ അവസാന ദിവസം വൈകുന്നേരം വയലിൽ കുതിരയെടുപ്പൊക്കെ അത് കാണാനായി വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും കൈ പിടിച്ച് കതിരൂട്ടി കിടക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, കായ് വിട്ട് അവൾ ഓടും.
എവിടെ പോവാ? ഉത്സവം കാണാൻ പോവാന്നോ? ഞങ്ങൾ ചെന്നപ്പോഴേക്കും കുതിരയൊക്കെ എടുത്തു തുടങ്ങിയിരുന്നു. തെക്കുംകര, വടക്കുംകര പടിഞ്ഞാറ്, താഴത്തെ 1000 തെങ്ങ്, പിണയ്ക്കൽ, വടക്കുംകര കിഴക്ക്, നടുവിലക്കര എന്നീ 6 കരക്കാരുടെ കുതിരകളാണുള്ളത്. ഉത്സവ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടു നിന്നപ്പോൾ വിശ്രമ സമയം ആനന്ദകരമാക്കാൻ വേണ്ടി ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഉത്സവക്കാലമാകുമ്പോൾ നമ്മളേക്കായി സന്തോഷം കുഞ്ഞുങ്ങൾക്കായിരിക്കും. കാരണം നിറയെ ബലൂണുകളും കളിപ്പാട്ടങ്ങളും ഐസ്ക്രീമും ഒക്കെ കാണുമല്ലോ. കതിരൂട്ടിക്കും ചേട്ടന്മാർക്കും ബലൂണൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ബലൂണൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് കതിരൂട്ടി. വള്ളിയമ്പലത്തിൽ നിന്ന് അപ്പോഴേക്കും കുതിരകളൊക്കെ തിരിച്ചു വരാൻ തുടങ്ങിയിരുന്നു. കൊട്ടും ആർപ്പുവിളിയും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഈ കുതിരയെടുപ്പ്. എൻ്റെ ഓർമ്മയിൽ ഞാൻ കുതിരയെടുപ്പ് കണ്ടിട്ടുള്ളത് കുട്ടിക്കാലത്ത് വിഷുവിൻ്റെ അന്ന് കുടവട്ടൂർ ഉത്സവത്തിൻ്റേതാണ്. അന്നവിടെ ഒരു കുതിര ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും എല്ലാവരും കൂടെ ചേർന്ന് ആർപ്പ് വിളിച്ച് അതിനെ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുമാത്രമല്ല കേട്ടോ, നമ്മുടെ അനശ്വരനായ നടൻ മുരളിയുടെ നാടായതുകൊണ്ട് തന്നെ അദ്ദേഹവും അത് കാണാൻ വരുമായിരുന്നു. അന്ന് ഞാൻ വളരെ കുഞ്ഞായതുകൊണ്ട് തന്നെ ഭയങ്കര കൗതുകത്തോടായിരുന്നു അദ്ദേഹത്തെ നോക്കിയിരുന്നത്. ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോഴേക്കും ഓരോ കുതിരകളായി അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഫുഡില്ലാതെ നമുക്കെന്ത് ഉത്സവമല്ലേ. അതുകൊണ്ട് തന്നെ പിന്നെ നേരെ പോയത് ഇങ്ങോട്ടായിരുന്നു. ഇതിൽ നിന്ന് എന്ത് കഴിക്കണമെന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അവസാനം ഗോബി ഫ്രൈ തന്നെ ഓർഡർ ചെയ്തു. അപ്പം കാണാൻ തൊട്ടപ്പുറത്ത് കുലുക്കി സർബത്ത്. പിന്നെ കുറച്ചു നേരം അത് പോയി നോക്കിയിരുന്നു. ഗോബി ഫ്രൈ ഒക്കെ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പുറത്ത് കടലയും സലാഡും ഒക്കെ. പിന്നെ അതും വാങ്ങി കഴിച്ചു. ഗോൾക്കപ്പ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പക്ഷേ ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു കട്ടാമിട്ട ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. ഫുഡ് ഐറ്റംസ് മാത്രമല്ല, അവിടെ മെഹന്തിയും അത്തറും വളയും മാലയും കളിപ്പാട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എഴുന്നള്ളത്ത് കാണാൻ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴേക്കും വള്ളിയമ്പലത്തിൽ കമ്പമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ദീപങ്ങളും ചെണ്ടമേളവും ഒക്കെ ആയിട്ടാണ് എഴുന്നള്ളത്ത് വരുന്നത്. നമ്മളെക്കാളും ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് എക്സൈറ്റഡും ഹാപ്പിയും ഒക്കെ ആവുന്നത് കുഞ്ഞുങ്ങളാണ്. അവർക്കിത് ഓരോന്നും പുതിയ പുതിയ കാര്യങ്ങളല്ലേ. എല്ലാ വർഷവും ചേച്ചിയുടെ അവിടെ നിന്ന് ഇതുപോലെ വിളക്കൊക്കെ വെക്കാറുണ്ട് കേട്ടോ. എഴുന്നള്ളത്തൊക്കെ കഴിഞ്ഞ് കൊടിയിറക്കിയാണ് ഉത്സവം അവസാനിക്കാറ്. നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെയുള്ള ആചാരങ്ങളും ഉത്സവങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബും ചെയ്യണേ. എന്തോ കണ്ട നമ്മളിപ്പം